ഇടുക്കി ജില്ലയിൽ ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് തൊടുപുഴ. തലമുറ മാറ്റം വന്ന തൊടുപുഴ ഇത്തവണ കേരള കോൺഗ്രസിന് ഒപ്പമാണോ? തൊടുപുഴക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. 50 വർഷമായി കേരള കോൺഗ്രസിനൊപ്പമുള്ള മണ്ഡലമാണ് തൊടുപുഴ. PJ ജോസഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുമ്പോൾ മകൻ അപ്പു ജോസഫ് സ്ഥാനാർത്ഥിയായി എത്തി. ഇത്തവണ തൊടുപുഴ ആർക്കൊപ്പം നിൽക്കും? തൊടുപുഴക്കാർക്കും പറയാനുണ്ട് ചിലത്. അവരുടെ മനസ്സിൽ എന്താണെന്ന് കേൾക്കാം. രണ്ട് സ്ഥാനത്ത് കട്ടയ്ക്ക നല്ല വാശിയേറിയ പോരാട്ടമാണ് നടക്കണേ. പിന്നെ ജയപരാജയം നമുക്ക് പറയാൻ പറ്റില്ല. മാറി വന്നാൽ നല്ലതാണ്, മാറി വന്നത് നല്ലത്. തൊടുപുഴയിൽ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം കട്ടക്കട്ടൊക്കെ നിൽക്കുമല്ലേ, അതുകൊണ്ട് കൃത്യമായിട്ടൊരു ഇത് പറയാൻ പാടില്ലേ. പക്ഷേ എന്തായാലും പൊതുവേ കേരള കോൺഗ്രസിനൊപ്പം ആണല്ലോ തൊടുപുഴ വർഷങ്ങളായിട്ട്. അതിലൊരു മാറ്റം ഇത്തവണ ഉണ്ടാവുമോ? ഇത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവരെല്ലാം ഒരേ മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം, ഈ കാറ്റടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞടിക്കും. തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, ചൂടെങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂടാണ്, രണ്ടുപേരും നല്ല ചൂടിലാണ്. സാധ്യത UDF ജയിക്കാനാണ് സാധ്യത. അതെ, എന്നാലും ശരിയാവുള്ളൂ. കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളല്ലേ. അപ്പോൾ എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും. അവർ കയറി കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും. എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല. ഏത് പാർട്ടി ജയിച്ചാലും നമ്മുടെ ഭരണം നല്ലതായിരിക്കണം, അത്രേ ഉള്ളൂ. തൊടുപുഴയ്ക്ക് ആര് വരണമെന്നാ ഒരു മാറ്റം വരണമെന്ന്? തൊടുപുഴയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് തോന്നിയിട്ടുണ്ടോ? മാറ്റം വരണം, എല്ലാം മൊത്തത്തിൽ കേരളം മൊത്തത്തിൽ ഒരു മാറ്റം വരണമെന്നുണ്ട്. തൊടുപുഴയിൽ അപ്പോൾ ജയിക്കും. മാറ്റമൊന്നുമില്ല. PJ ജോസഫിന് പിന്നാലെ 50 വർഷം PJ ജോസഫിനൊപ്പം, ഇനി കേരള കോൺഗ്രസിനൊപ്പം തന്നെ സംശയമില്ല. തൊടുപുഴ ചൂടെന്ന് പറഞ്ഞാൽ നല്ല വിരുമ്പശയായിരുന്നു. ഇപ്പം ആരും കൊണ്ടുപോകുന്ന അറിയാൻ പാടില്ല. അതേപോലെ ഇവിടുത്തെ എന്ത് തോന്നുന്നു? ആർക്കേലും ഒരു സാധ്യത പറയാനുള്ള മാർക്കാണ്ടിരിക്കും സാധ്യത ഇപ്പോൾ പക്ഷേ ഇടതുപക്ഷത്തും പറയാനുണ്ട്, വലതുപക്ഷത്തും പറയാനുണ്ട്. വർഷങ്ങളായിട്ട് കേരള കോൺഗ്രസിൻ്റെ ഒപ്പമായിരുന്നല്ലോ തൊടുപുഴ. ഒരു മാറ്റം വേണമെന്നാണോ, അതോ ഇത്തവണ കേരള കോൺഗ്രസ് മതിയെന്നാണോ? എന്ന് വെച്ചാൽ ചിലപ്പം മാറ്റം വന്നും വരും, നമുക്ക് പറയാൻ പറ്റില്ല. ആൾക്കാരായില്ലേ വോട്ടുകളെ, ഒന്നും പറയാൻ പറ്റില്ല. അബു ജോൺസൺ ജയിക്കും, ഉറപ്പാണ്. 15,000 മിനിമം ജയിക്കും. ഒരു ഭൂരിപക്ഷമൊക്കെ പറയാനുള്ളൂ. എന്ത് തോന്നുന്നു? ഭൂരിപക്ഷം 15,000-ൻ്റെ മുകളിൽ ഉറപ്പായിട്ടും കാണും. 10 വർഷം വലിയ വികസനമൊന്നും വന്നിട്ടില്ല, പക്ഷേ എതിരെ അത്ര സ്ട്രോങ് അല്ല. പിന്നെ ടൗൺ അത്യാവശ്യം പണ്ട് വികസനം ഉണ്ടായിട്ടുണ്ട്. 10 വർഷം കാര്യമായിട്ട് സംഭവം നടന്നിട്ടില്ല. എന്നാലും പുള്ളി കയറാൻ സാധ്യത. ഒരു മജോറിറ്റി UDFിൻ്റെ കോട്ടയാണ്. 3 ആഴ്ചയോളം നീണ്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. നിശബ്ദ പ്രചാരണത്തിന് ശേഷം നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം തൊടുപുഴയിലും തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുകയാണ്.